മെഹന്തി ഇടണം. പിന്നെ അവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, ചേട്ടത്തെയും പിള്ളേരും കൂടി. ഇനി അവിടെ പോയിട്ട് അതൊക്കെ നോക്കണം. അങ്ങനെ ഞങ്ങൾ വീടെത്തിയപ്പോഴേക്കും ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഫ്രഷായി ഫുഡെല്ലാം കഴിച്ച് റെഡി ആയിട്ടിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി കുളിച്ച് റെഡി ആയിട്ട് വരാം, കാരണം സ്കൂളിൽ പോയിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞപ്പോൾ ചേച്ചിയും ടയർഡായി. അപ്പോൾ ചേച്ചി പറഞ്ഞു കുളിച്ച് ഫ്രഷായിട്ട് വരാം, എന്നിട്ട് നമുക്ക് മെഹന്തി ഇടാമെന്ന് പറഞ്ഞു. കൈ കഴുകാൻ തോന്നുന്നു. എൻ്റെ കല്യാണത്തിനും ചേച്ചിയായിരുന്നു കേട്ടോ മെഹന്തി ഇട്ടിരുന്നത്. ചേച്ചി നന്നായിട്ട് പടമൊക്കെ വരയ്ക്കും, പടം വരയ്ക്കുന്ന ആളാണ്. അപ്പം ചേച്ചിയായിരുന്നു എൻ്റെ കല്യാണത്തിനും എനിക്ക് മെഹന്തി ഇട്ട് തന്നത്. വളകാപ്പിൻ്റെ അന്ന് രാവിലെ ഞാനിങ്ങനെ എഴുന്നേറ്റ് മടി പിടിച്ചിരിക്കുകയാണ്, കാരണം എനിക്ക് എന്തോ ഒരു എനർജി ഇല്ലാത്തൊരു ഫീലായിരുന്നു അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ. പക്ഷേ എനിക്ക് ബ്ലൗസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അത് ഞാൻ തന്നെ പോയാലേ പറ്റത്തുള്ളൂ, എന്നാലാണ് ഇട്ട് നോക്കി കറക്റ്റാണോ എന്നൊക്കെ നോക്കി ആക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ കയറാം. മോളിൽ കയറണം. ഏണി ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ചേട്ടാ മറ്റിലേക്ക് ഇറങ്ങി. ഡെക്കോർ പരിപാടികൾക്ക് വേണ്ടിയിട്ട് കുരുത്തോല വെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെക്കോർ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. എടാ ഉള്ളി കയറിയാലോ പറ്റുള്ളൂ വെട്ടാൻ. പയ്യെ വലുത് ചെറുതൊന്നാണ് വലുതൊന്നാണ് നോക്ക്. കഴിഞ്ഞിട്ടാ നീ ഇറങ്ങിയ എന്നിട്ടാണ് ഞാനിരിക്കണേ, നിന്റെ സൈഡിരിക്കണ എന്റെ കരിക്ക് വിഷയം ടങ്ങിലേക്ക് വേണം. കരിക്ക് ഇപ്പുറത്തുണ്ടോ വെള്ളം ഒന്നുകൂടെ എടുത്തോ, ഒന്നുകൂടെ ഉള്ളൂ. ആ മൂന്നായിട്ട് അയ്യോ അയ്യോ എല്ലാവരും വിളി. കുട്ടൂസിനുണ്ട് ഇത് പിടിക്കുക, ഞാൻ വീഡിയോ എടുക്കും. കുട്ടൂസേ ഇത്തേ അവന് വിളിയിടാ. അങ്ങനെ ഡെക്കോർ പരിപാടികൾ തുടങ്ങി കേട്ടോ. ഞങ്ങൾ വാഴയില വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത്. പിന്നെ കുരുത്തോല വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് അതും സൈഡിൽ വെക്കും. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഇതിന് നേതൃത്വം വഹിക്കുന്നത് ചേച്ചിയാണ് കേട്ടോ. ചേച്ചിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് നല്ല ഐഡിയാസും ഉണ്ട്, എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് പിൻ ചെയ്ത് വെക്കണം, അങ്ങനെയൊക്കെ. ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചതും ചേച്ചി തന്നെയാണ് കേട്ടോ. പിന്നെ നജുനാണെങ്കിലും അവനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് അവൻ്റെ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്, അവൻ ചെറുതായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടികളൊക്കെ കാണുന്നത് വീഡിയോയിലാണ് കേട്ടോ. ഞാൻ ഈ സമയത്ത് ഇവിടെ ഒന്നും ഇല്ല, ഞാൻ വീട്ടിലാണ്. ഇത് വല്യമ്മയുടെ വീട്ടിലാണ് നമ്മൾ ഈ ഡെക്കോർ പരിപാടികളൊക്കെ ചെയ്യുന്നതും ഈ ഫംഗ്ഷൻ നടക്കുന്നതും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വീട്ടിൽ വെച്ചിട്ട് നടത്താൻ ഒരു വഴിയില്ല. അവിടെ പണി സാധനങ്ങളും കാര്യങ്ങളുമായിട്ട് ഇന്നും വളകാപ്പ് നടക്കുന്ന ദിവസവും അവിടെ പണി ഉണ്ടായിരുന്നു, പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് അവിടെ വെച്ച് നടത്താൻ പറ്റത്തില്ലായിരുന്നു. ആമ്പു പിന്നെ എല്ലാത്തിൻ്റെയും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോസ് എടുത്തത് കൊണ്ട് എനിക്കതൊക്കെ കാണാനും അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനും പറ്റി. പിന്നെ എനിക്കധികം എന്തായാലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ വേണ്ടി വരും. അപ്പോൾ കാലിന് റെസ്റ്റ് ആ സമയത്ത് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അപ്പം കിട്ടുന്ന സമയം കാല് നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പം നീരൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കും. അത് കാരണം ഫംഗ്ഷൻ സമയത്ത് നല്ലപോലെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് വരാം. അതങ്ങനെ വരത്തില്ല, അതാണ് ആ സൈഡ് ഞാൻ പറഞ്ഞല്ലോ ഫ്ലെക്സിലെ ഫ്ലെക്സ് അടിക്കാം. ഇത് ഇരിക്കുന്നുണ്ടോ? ഇരിക്കുമോ? കണ്ടില്ലേ
പൂവുണ്ടേ മഞ്ഞ കളറ്. അവസാനം ആദ്യം വാഴയില വെക്കാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെക്കും ഇളകി വീഴും അങ്ങനെയായിരുന്നു അവർ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വലിയ സ്റ്റാപ്ലെയർ ഒക്കെ കൊണ്ടുവന്നിട്ട് ആണ് സെറ്റാക്കിയത്. ആ സമയം കൊണ്ട് ഞാൻ മേക്കപ്പ് ഇടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. കല്യാണ പെണ്ണിനെ പോലെ ഉണ്ടോ? മേക്കപ്പൊക്കെ കഴിഞ്ഞ് റെഡിയായി ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഉള്ള വല്യമ്മയുടെ എക്സ്പ്രഷൻ ആട്ടോ നിങ്ങൾ കണ്ടത്. ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും അവർ ഡെക്കോർ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പാടത്തേക്ക് പോവാണ്. ഫേസ് മാത്രം നടത്തിയത്. ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെ വേണ്ടുന്ന എല്ലാ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻസിന് എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ വലിയ സ്ട്രെസ്സൊന്നും ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ നടത്താം. ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഈവൻ നമുക്ക് കാറ്ററിംഗ് വേണമെങ്കിലും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് കേട്ടോ. ഞാൻ പറയുമ്പോ നീ അവിടെ നില്ലേ, കല്യാണ ഷൂട്ടല്ലേ. അടുത്ത് തരാം നിനക്ക്, ബാക്കൊക്കെ എടുത്തത് ഇങ്ങോട്ട് സൈഡിലോട്ട് ഇങ്ങോട്ട് കയറുവാ, അങ്ങനെ നിൽക്ക്. അവിടെ ഞാൻ പറയാൻ വെച്ചാൽ മുന്നോട്ട് നടന്നാൽ മതി. നീ പറയാം. എങ്ങനെയുണ്ട്? എൻ്റെ മേക്കപ്പും സാരിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ എൻ്റെ കല്യാണത്തിനാണല്ലോ നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട് ഒരുങ്ങിയത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ ഒരുങ്ങിയത്, ഈ വളകാപ്പ് ഫംഗ്ഷൻ ഒരുങ്ങിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒട്ടും ഹെവി ആക്കാണ്ട് നല്ല മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊള്ളാമോ? ഇത് 100% ഒരു ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സോ ചേട്ടൻ്റെ ഫ്രണ്ട്സോ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫാമിലിക്ക് വേണ്ടി നമുക്ക് അത്രയും പ്രൈവറ്റ് ആയിട്ട് നടത്തണമെന്നൊരു ആഗ്രഹിച്ച് നടത്തിയൊരു ഫംഗ്ഷനായിരുന്നു ഇത്. അപ്പം ഫാമിലി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിലെ ഒരു മെയിൻ ക്യാരക്ടർ ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പൂസ്, അവന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവന് ലീവ് ഉണ്ടായിരുന്നില്ല. ആ ഒരു മിസ്സിങ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞതോടുകൂടി ഇത്രയും കുറച്ച് ആൾക്കാരെ വെച്ച് നടത്തുന്ന പരിപാടികൾ ഭയങ്കര അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്. ആരും ഗസ്റ്റ് എന്ന് പറയാനായിട്ടില്ല. ഓരോ കാര്യങ്ങളും നമുക്കിങ്ങനെ സാവധാനം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയവും സന്ദർഭവും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ റഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ട്. എനിക്ക് എൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ കൂടിയില്ല. താലി കെട്ടുന്ന സീൻ പോലും എനിക്ക് എൻ്റെ മനസ്സിലില്ല. ശരിക്കും ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോഴാണ് അതൊക്കെ കാണുന്നത്. പക്ഷേ ഈ വളകാപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും. എന്റെ വായിലല്ല. എന്റെ ബ്രഷ് എടുത്ത പല്ലിരിക്കുന്നത് ആ സൈഡ് മറ്റേ സൈഡ് മതി.
ശരിക്കും വളകാപ്പിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ഫാമിലിയിൽ തന്നെ ആദ്യത്തെ വളകാപ്പ് ഫംഗ്ഷൻ ആയിരിക്കും ഇത്. അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന പോലെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരമൊക്കെ കൊടുത്തു. എല്ലാവരും വന്ന് എനിക്ക് മധുരം തന്നു, എനിക്ക് വളയിട്ട് തന്നു, അങ്ങനെയൊക്കെ. പിന്നെ മഞ്ഞളൊന്നും തേച്ചില്ല കേട്ടോ. കാരണം എനിക്ക് മഞ്ഞൾ അലർജി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് മഞ്ഞളൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല. മാളു ചേച്ചി കേട്ടോ എനിക്ക് നല്ല അടിപൊളി വളകൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ട്രിവാൻഡ്രത്തുനിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മറന്നുപോയി കൊണ്ടുവരാൻ. പൊതുവേ ഈ ജിലേബി ലഡുവിനോടൊന്നും ഹൽവ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ കേട്ടോ. പക്ഷേ ഈ പ്രഗ്നൻസി പകുതി വഴിക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് അതിൻ്റെ കൂടെ ഉള്ള ക്രേവിങ്സ് ഭയങ്കരമായിരുന്നു. ആദ്യം ഒരു മധുരം കൊടുക്കും. ചെറിയ നൈസായിട്ട് കൊടുത്താൽ അത് ഇഷ്ടമുള്ള അവിടെ നോക്കിയോ, അവിടെ നോക്കി ഇങ്ങനെ ഉമ്മയുടെ കൊടുക്കും. അതല്ല ചുണ്ടില് വെള്ള കളറായി. ചുണ്ട് വെള്ള കളറായി. ഈ കൈ താടിയിലോട് പിടിച്ചില്ലേ? കുഞ്ഞിക്കുല്ല ദിലീപ് ഉമ്മ കൊടുത്താണ്. ഇതാണ് വളയിടുന്ന വളകാപ്പ് എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയല്ല. ഫംഗ്ഷൻ തുടങ്ങി കുറച്ച് സമയത്തേക്ക് നമ്മൾ പാട്ടൊന്നും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട്. പിന്നെ അങ്ങോട്ട് എന്തോ ഒരു മിസ്സിങ് പോലെ, എന്തോ ഒരു സംതിങ് മിസ്സിങ് എന്നുള്ളൊരു സാധനം വന്നപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു പാട്ടിടാം, അപ്പോഴായിരിക്കും രസം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് പിന്നെ പാട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. അത് കാരണമാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് സീറ്റ്സ് ഒക്കെ തന്നു, വളയൊക്കെ ഇട്ട് തന്നു. അങ്ങനെ ഫംഗ്ഷൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫംഗ്ഷൻ്റെ ഡ്രസ് കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പട്ടുപാവാടയും സാരിയും അങ്ങനെയൊക്കെയാണ് ഉടുത്ത്. മുണ്ടൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മുണ്ടെടുക്കാനൊക്കെ ഇവർക്ക് കുറച്ച് മടിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, മുണ്ടെടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും കൊണ്ട് മുണ്ടൊക്കെ ഉടുപ്പിച്ചു. അപ്പോഴും നജും കണ്ടോ മുണ്ടെടുത്തിട്ടില്ല. പിന്നെ അണ്ണനും മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല. നജും പിന്നെ അന്ന് രാവിലെ അവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അവൻ ഈ ഒരു ഫംഗ്ഷൻ അവന് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ ട്രെയിനിൽ വന്നിട്ട് വൈകുന്നേരത്തെ ബസ്സിന് തന്നെ അവൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് പിറ്റേ ദിവസം ക്ലാസ്സിന് കയറണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പോയി. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അണ്ണൻ ഈ ഒരു ഫംഗ്ഷൻ നടത്തണം എന്നുള്ളത് എൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹം തോന്നുന്ന സമയത്ത് ഞാൻ UK-ലാണുള്ളത്. അപ്പം വെക്കേഷന് നാട്ടിൽ പോവുമോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമല്ല. അപ്പം എന്നാൽ എനിക്ക് ഈ ഫംഗ്ഷൻ നാട്ടിൽ വീട്ടുകാരുടെ കൂടെ ഫാമിലിയുടെ കൂടെ ആഘോഷിക്കണമെന്നും സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ സഡൻലി നമ്മൾ നാട്ടിലേക്ക് വെക്കേഷന് പോകാമെന്നും തീരുമാനിക്കുകയും നാട്ടിൽ പോവുകയും ചെയ്തു. അപ്പോഴും എനിക്ക് ഇത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകുന്നത് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അവിടെ 2 മാസം നിൽക്കണം. 1 മാസം പ്ലാൻ ചെയ്ത് പോയെങ്കിൽ നമ്മൾ 2 മാസം നിന്നു. പിന്നെ അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ്, പിന്നെ ഈ ഒരു ഫംഗ്ഷനും കൂടെ നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയങ്കര ഒരു ഡൗട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ചിട്ട് എന്തായാലും നമുക്ക് ഈ ഫംഗ്ഷൻ നടത്താം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയും എന്നിട്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ചു നമുക്ക് എവിടെയൊക്കെ ചിലവ് കുറയ്ക്കാം, നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ പരിപാടി അടിപൊളിയാക്കാം എന്നുള്ള ഒരു ഡിസ്കഷൻ നടക്കുകയും അത് നമ്മൾ അതിൻ്റേതായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തെടുക്കുകയും ചെയ്തപ്പം ഭയങ്കര വലിയൊരു കോൺഫിഡൻസ് കിട്ടി കേട്ടോ. ഇനി നമുക്ക് എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം നമുക്ക് രണ്ടാൾക്കും ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് ഈ ഒരു ഫംഗ്ഷനിലൂടെയാണ് കേട്ടോ. അത് ഒരു ഫംഗ്ഷൻ നടക്കും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അല്ല, ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. നമ്മുടെ എല്ലാ സൈഡും നമ്മുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന പോലെ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഈ ഒരു
ഫങ്ഷൻ നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ നടത്തിയതിലൂടെ എനിക്ക് മനസ്സിലായൊരു വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു റിയലൈസേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കും, അയ്യോ അത് പറ്റുമോ ഇങ്ങനെ ഒരു 100 പ്രാവശ്യം ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ എത്ര അടിപൊളിയായിരിക്കും അങ്ങനെ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു ഫംഗ്ഷൻ, ഫാമിലി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം വെച്ച് നടത്തുന്ന ഒരു ഫംഗ്ഷൻ എന്തുമാത്രം അടിപൊളിയാണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണിത്. എത്ര എൻജോയ് ചെയ്തിട്ടാണ് എല്ലാ ആൾക്കാരും നിൽക്കുന്നതെന്ന് നോക്കൂ. വലുതൊന്നുമില്ല ചെറുതൊന്നുമില്ല, എല്ലാവരും അവരുടെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുള്ള ആദ്യത്തെ പരിപാടി ഇതായിരിക്കുന്നു. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. ഒരു പ്രവാസ ജീവിതമൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഫാമിലി അല്ലെങ്കിൽ ഞാനൊരു ഫാമിലി ഗേളാണ്, പക്ഷെ അവരുടെ അടുത്ത് കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുകയും അല്ലെങ്കിൽ അവരുടെ സന്തോഷം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും ചെയ്തത് ഒരു പ്രവാസ ജീവിതം തുടങ്ങിയതിന് ശേഷമാണോ അതോ ഇനി എൻ്റെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ഫാമിലിയുടെ സന്തോഷം എന്നുള്ള രീതിയിലേക്ക് എൻ്റെ ഒരു ചിന്ത പോയി തുടങ്ങിയത് അപ്പോഴാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പോഴല്ലേ എപ്പോഴും, പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതൽ എനിക്ക് ഫാമിലിയെ സന്തോഷിപ്പിക്കാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എന്നുള്ളൊരു ചിന്ത എനിക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം ഇതുവരെ ഉള്ളൊരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എന്തൊരു പ്രശ്നം വന്നാലും അതിനിപ്പം സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ നമ്മൾ തകർന്നടിഞ്ഞ് പണ്ടാരടങ്ങി ഇനി ജീവിതമേ ഇല്ല എന്നൊക്കെ തോന്നി നിൽക്കുന്ന സമയത്ത് പോലും എല്ലാത്തിനും എന്ത് സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും അതിന് എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് തന്നിട്ടുള്ളത് ഫാമിലി മാത്രമാണ്. അതൊരു വലിയ റിയലൈസേഷനാണ്. അതിന് അവരോടുള്ള ഒരു നന്ദി പ്രകാശനം തന്നെയാണോ പറയുന്നത്, നന്ദി അറിയിക്കുന്നത് അല്ലെങ്കിൽ അറിയിക്കാൻ പറ്റുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അവർക്കും കൂടി വേണ്ടി അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും എനിക്ക് ആ ഫംഗ്ഷൻ വെച്ച് അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കണം എന്നെനിക്ക് തോന്നിയത്. ഈ ഫംഗ്ഷൻ എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ ഫാമിലിക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്.